പാറ്റകൾ കൂട്ടത്തോടെ ഇറങ്ങിയിട്ടുണ്ട്. പെസ്റ്റിസൈഡിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വിപ്ലവം പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട്. നമസ്കാരം, മിസ്റ്റർ ഈസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് CJP, കോക്രോച്ച് ജനതാ പാർട്ടി. പാറ്റകളുടെ കൂട്ടം എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി? കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ സംവിധാനത്തിലുള്ള പോരായ്മ, അവരുടെ പിടിപ്പുകേടി തുടങ്ങിയ കാര്യങ്ങളോട് അമർഷത വെച്ച് പുലർത്തുകയും അവർ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ യുവാക്കളുടെ കൂട്ടായ്മയാണ് ഈ പറയുന്ന CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി, പാറ്റകളുടെ കൂട്ടം എന്ന് പറയുന്നത്. ഇതൊരു അംഗീകാര പാർട്ടിയോ മറ്റോ ഒന്നുമല്ല. LDF, UDF, ഇടത് മുന്നണി, വലതു മുന്നണി എന്ന് പറയുന്ന പോലെ ഒന്നുമല്ല. ഇത് യുവാക്കളുടെ ജെൻസിയഡ് ജനറേഷന്റെ ഒരു ഓൺലൈൻ മാധ്യമ കൂട്ടായ്മയാണ്. ഇവരുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം തൊഴിലില്ലായ്മ തന്നെയാണ്. ആ തൊഴിലില്ലായ്മയെ കണ്ടില്ല എന്ന് നടക്കുന്ന ഗവൺമെന്റും അവിടുത്തെ സംവിധാനങ്ങളും, രാഷ്ട്രീയക്കാരുടെ തെറ്റായ നിലപാട് യുവാക്കളോട്, ഇന്നത്തെ ജെൻസി ജനറേഷനോട്, അവരുടെ പിടിപ്പില്ലായ്മ, അവരുടെ അഴിമതി, ഇത്തരം കാര്യങ്ങളോടുള്ള അമർഷവും വിദ്വേഷവും ഒക്കെയാണ് ഇവർ തുറന്നു കാട്ടുന്നത്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എങ്ങനെ ഫോമായി, എന്താണ് അവർക്ക് വേണ്ടത്, എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം. 7 മണിയോട് കൂടിയാണ് വിമാനം ലാൻഡ് ചെയ്തത്. പോലീസുമായിട്ട് അഭിജിത് ദീപ് സംസാരിക്കുന്നു. പോലീസ് പല കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട്. എന്താ അവരുടെ ഉദ്ദേശം, എന്താ സമരത്തിന്റെ ഉദ്ദേശം, എന്താ നിങ്ങളുടെ പരിപാടി, ഈ കാര്യങ്ങളൊക്കെ പോലീസുമായിട്ട് അഭിജിത് ദീപ് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. സംഘർഷത്തിലേക്കല്ല കാര്യങ്ങൾ, ഒരു സമരത്തിലേക്കല്ല കാര്യങ്ങൾ. ശക്തമായ പ്രതിഷേധമായിരിക്കും, പക്ഷേ ആ പ്രതിഷേധം സമാധാനപരമായിരിക്കും. പൂക്കൾ കൊണ്ട് പ്രതിഷേധം, ഫ്ലവേഴ്സ് പവർ. ഒരിക്കൽ കൂടി പൂക്കളുടെ ശക്തി അറിയും, ഒരിക്കൽ കൂടി പുതിയ തലമുറയുടെ ശക്തി അറിയുമെന്നാണ് CJP കരുതുന്നത്. CJP വക്താവ് സൗരഭദാസ് നേരത്തെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥർ പല വിവരങ്ങളും അഭിജിത്ത് ദീപ്കയിൽ നിന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ അഭിജിത് ദീപ്കെ പുറത്തേക്ക് വരും. 9 മണിയോടുകൂടി ജന്തർമന്ദിൽ എത്തിച്ചേരാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നതെങ്കിലും എന്നാൽ എയർപോർട്ടിൽ അല്പം തടസ്സമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മറ്റുദ്യോഗസ്ഥരുമായിട്ടും ഒക്കെ ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നുണ്ട്. എംബസി ഉദ്യോഗസ്ഥരുണ്ട്, എയർപോർട്ടിൽ എത്തിയിരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്, ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പ്രതിനിധികളുണ്ടാവും. സ്വാഭാവികമായും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള ആവശ്യം. ഇപ്പോൾ ഇത് അഭിജിത്ത് ദീപ്കെ വെളുത്ത ടീഷർട്ടും കറുത്ത കോട്ടുമിട്ട് തലയിൽ തൊപ്പി വെച്ച് നിൽക്കുന്ന അഭിജിത്ത് ദീപ്കെ പുറത്തേക്ക് വരാൻ പോകുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ പുറത്തേക്ക് പോകാനുള്ള അനുമതി നൽകിയാൽ അഭിജിത്ത് ദീപ്കെ പുറത്തേക്ക് വരും. ബോസ്റ്റണിലാണ് അഭിജിത്ത് ദീപ്കെ ഗവേഷണവും പഠനവുമായി കഴിഞ്ഞിരുന്നത്. ആ സമയത്താണ് ഈ കോക്രോച്ച് എന്ന പരാമർശം ഉണ്ടാകുന്നതും ഉടൻ തന്നെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റായി മാറുകയും അതിന് ലക്ഷങ്ങളുടെ പിന്തുണ കിട്ടുകയുമായിരുന്നു. നിമിഷ നേരം കൊണ്ട് കാട്ടുതീ പോലെയാണ് CJPയുടെ പ്രചരണം ചൂടുപിടിച്ചത്, രാജ്യം ഏറ്റെടുത്തത്. ഇവിടെ ഒരു പുതിയ തലമുറ, ഒരു പുതിയ രാഷ്ട്രീയ വിപ്ലവത്തിനുള്ള ഒരു തുറക്കലാണോ എന്നുള്ളതാണ്, വഴി തുറക്കുകയാണോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. ഈ വീഡിയോയിൽ കണ്ടതാണ് അഭിജിത്ത് ദീപ്കെ. ഇദ്ദേഹമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ. ഇദ്ദേഹം മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ മുൻ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹമാണ് ഇതിന്റെ ക്രിയേറ്റർ. നിലവിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ കൂടിയാണ് അഭിജിത്ത് ദീപ്കെ. എന്താണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു പാർട്ടി തുടങ്ങാനുണ്ടായിരുന്ന കാരണം, അതിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇദ്ദേഹം ഇങ്ങനെ ഒരു പാർട്ടി ഫോം ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ മറ്റുള്ള സോഷ്യൽ മീഡിയകളിലും ഇങ്ങനെ ഒരു അക്കൗണ്ട് ഫോം ചെയ്യാൻ, ഇങ്ങനെ ഒരു പാർട്ടി ഫോം ചെയ്യാനുണ്ടായിരുന്ന മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയ് മാസം 2026 മെയ് മാസത്തിൽ ഒരു വാദത്തിനിടെ, സുപ്രീം കോടതിയിലെ ഒരു വാദത്തിനിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സൂര്യകാന്ത് അദ്ദേഹം യുവാക്കളെ, അതായത് തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകളോട് ഉപമിച്ച് സംസാരിച്ചു. ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം. വാദത്തിനിടയിൽ, എന്തോ കാര്യത്തിനിടയിൽ തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകളോട് ഉപമിച്ച് സംസാരിച്ചു. അദ്ദേഹം പറയുന്നതാണ്, ഈ തൊഴിലില്ലാത്ത യുവാക്കൾ ഈ സിസ്റ്റത്തെ തന്നെ, രാജ്യത്തിന്റെ സിസ്റ്റത്തെ തന്നെ ആക്രമിക്കുകയാണ്, അവർ അതിനെ മൊത്തത്തിൽ അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു പരാമർശം നടത്തി. അങ്ങനെ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പാർട്ടി ഫോം ചെയ്യുകയായിരുന്നു നമ്മുടെ അഭിജിത്ത് ദീപ്കെ. എന്നാൽ തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റ എന്നുള്ള പദം കൊണ്ട് നെഗറ്റീവായാണ് ജസ്റ്റിസ് വർണ്ണിച്ചതെങ്കിലും അതിനൊരു പോസിറ്റീവായിട്ട് എടുത്തിട്ടായിരുന്നു അഭിജിത്ത് തൻ്റെ പാർട്ടി ഫോം ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ ലക്ഷങ്ങൾ അദ്ദേഹത്തിന്റെ ഈ ഒരു പാർട്ടിയിലേക്ക് ചേർന്നു, ഈ ഒരു ഓൺലൈൻ കൂട്ടായ്മയിലേക്ക് ചേരുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് വളർന്നു. ഈ ഒരു പ്രവണത ഗവൺമെന്റിനെ ഭയപ്പെടുത്തുകയും താൽക്കാലികമായി അവരുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ വെബ്സൈറ്റ് തുടങ്ങിയ ഹാക്ക് ചെയ്യപ്പെടുകയോ ഒന്ന് ഡൗൺ ആവുകയൊക്കെ ചെയ്തു. പക്ഷെ അത് വീണ്ടും ഒന്നുകൂടെ പുനരുദ്ധരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. കാരണം ഈ യുവാക്കളുടെ ശക്തി എന്ന് പറയുന്നത് അങ്ങനെ ആവില്ല. അവരുടെ പ്രതിഷേധം അവരറിയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു
പാർട്ടി ഫോം ചെയ്തിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സപ്പോർട്ടില്ലാതെ യുവാക്കൾ സ്വയം ഇറങ്ങി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ പിടിപ്പുകേട്, നീതികേട് തുടങ്ങിയ കാര്യങ്ങൾക്കെതിരെയുള്ള അമർഷമാണ്. എന്നാൽ ഇന്നേ ദിവസം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ, പാർലമെന്റ് സ്ട്രീറ്റിൽ അവർ തങ്ങളുടെ പ്രതിഷേധം നടത്തിയിരുന്നു. ജന്തർ മന്ദറിൽ അവർ നടത്തിയ പ്രതിഷേധം നമ്മുടെ കേന്ദ്രമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാനുള്ള കാരണം, ഈ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് എതിരെ അവർ ഉന്നയിക്കുന്ന ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച, അതുപോലെ CBSE, CUET, അതുപോലെ SSC-GD തുടങ്ങിയ എക്സാമുകളിൽ നടന്ന ക്രമക്കേട്, അവഗണന, അതോടൊപ്പം ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരുപാട് പേരുണ്ട്, ഒരുപാട് വിദ്യാർത്ഥികൾ, യുവാക്കൾ. ഇതിനൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ്, ഇതിനൊക്കെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഇവർ പ്രൊട്ടസ്റ്റ് ഇന്നിവിടെ നടത്തിയിരുന്നത്. ശരിക്കും പറഞ്ഞ ഒരു വിപ്ലവം പൊട്ടി പുറപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റൊരു പാർട്ടിയുടെ സപ്പോർട്ടോ ഒന്നും കൊണ്ടുമല്ല, ഇവിടെ വിദ്യാർത്ഥികൾ തന്നെ അല്ലെങ്കിൽ യുവാക്കൾ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ, തങ്ങൾക്ക് വേറൊരു സപ്പോർട്ടും കിട്ടില്ല, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില പാർട്ടികൾ വരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ പോലും ഇവർ ഇത് തുടങ്ങിയത് വേറെ ഒരു പാർട്ടിയുടെ അണ്ടറിലല്ല, സ്വയം തുടങ്ങിയതാണ്. അഭിജിത്തിന്റെ നേതൃത്വത്തിലാണ് തുടങ്ങിയത്. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒരു ഓൺലൈൻ മീഡിയ കൂട്ടമാണ് ഇന്ന് വലിയൊരു പ്രതിഷേധമായിട്ട് പാർലമെന്റ് സ്ട്രീറ്റിൽ, ജന്തർ മന്ദറിൽ എത്തിയിരുന്നത്. എന്തായാലും അവിടെ ഒരു തുടക്കം മാത്രമാണ് ഇത്. എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ജനങ്ങളുടെ മേലെ, വിദ്യാർത്ഥികളുടെ മേലെ അല്ലെങ്കിൽ യുവാക്കളുടെ മേലെ ഭരണമല്ല, അവർ സേവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അവരുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി മറ്റാരും സപ്പോർട്ടില്ല എന്ന് കണ്ടപ്പോൾ സ്വയം നമ്മുടെ യുവതലമുറ, ജെൻസി എന്ന് വിളിക്കപ്പെടുന്ന യുവതലമുറ ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രതിഷേധിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ പറയുന്ന പരീക്ഷയിലെ ക്രമക്കേട്, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, തൊഴിലവസരങ്ങളുടെ നിഷേധം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇതേപോലെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അവർക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ ഈ ന്യൂസിലൊക്കെ കണ്ടു കാണും, ഇപ്പോൾ പോലീസ് എക്സാമിനേഷനൊക്കെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടും ഒരു നല്ല റാങ്ക് ഉണ്ടായിട്ട് പോലും ജോലി കിട്ടാത്ത ആൾക്കാർ ആ ലിസ്റ്റിൽ നിന്ന് പുറത്താകുകയാണ്, അവരെ അവഗണിക്കുകയാണ്. അവർ തങ്ങളുടെ പ്രതിഷേധം എന്ന് പറയാൻ പറ്റില്ല, ഒരു ദയനീയ അവസ്ഥയായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തിയത്, മുട്ടിലിഴഞ്ഞു, മണ്ണ് വാരി തിന്നു, അങ്ങനെ ഒരുപാട് സഹിച്ച് അവസാനം കണ്ണീരോടെ വിടവാങ്ങേണ്ടി വന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും വലിയൊരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്? എന്തിനാണ് അവരെ മോഹിപ്പിക്കുന്നത്? ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിന്റെ പിടിപ്പുകേട് എന്ന് പറയുന്നത് തന്നെ. ഇന്നൊരു ദിവസം മാത്രമാണ് സമാധാനപരമായി അവരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി, സമരം നടത്താൻ, പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി അവർക്ക് അനുവാദം കിട്ടിയിരുന്നുള്ളൂ. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് എന്തായാലും ഈ രാഷ്ട്രീയ യുവാക്കളെ വില കുറച്ച് കാണേണ്ട. നമ്മുടെ നാടിന്റെ ശക്തിയും നട്ടിലും ബലവും ഒക്കെ അവർ തന്നെയാണ്. അവരുടെ പ്രതിഷേധം അവരറിയിക്കും, അവർക്ക് അർഹതപ്പെട്ടത് ലഭിക്കുന്നത് വരെ. അവരുടെ ആവശ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവരെ പുച്ഛിക്കാനാവില്ല. വെറും ഒരു പാറ്റകളുടെ കൂട്ടമല്ല ഈ ഒരു പാറ്റകളുടെ കൂട്ടം വിചാരിച്ചാലും. ഈ പാറ്റകളുടെ കൂട്ടത്തെ ഇനി നിസ്സാരരായി കാണരുത്. അവർ മതി ഈ രാജ്യത്ത് ഇനി എന്ത് മാറ്റം വരണമെന്ന് തീരുമാനിക്കാൻ. അപ്പോൾ അവരെ ഒട്ടും നിസ്സാരരായി കാണേണ്ട, ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു വിപ്ലവം പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ മാറ്റങ്ങൾ ഇനിയുള്ള കാലം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം യുവാക്കൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒരു സംഘടനയുമില്ല, ഒരു പാർട്ടിയില്ല. അനീതി, രാഷ്ട്രീയ അരാജകത്വം, ഇതിനൊക്കെ എതിരായി പോരാടാൻ വേണ്ടി ഇന്നിവിടെ ഒരു സംഘം രൂപം കൊണ്ടിരിക്കുകയാണ്. അവരെ ഭയപ്പെടേണ്ട, പക്ഷെ ജാഗരൂകരായിരിക്കുക.